എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നു എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായ CH റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നതാണ്. നിങ്ങളുടെ ചിന്ത മാത്രമേ ആ മനസ്സിലുള്ളൂ. നിങ്ങൾ ഏത് സമയവും കാണണമെന്നും ഏത് സമയവും നിങ്ങളുമായി സമയം ചെലവഴിക്കണമെന്നൊക്കെയാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നില്ല. പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ മനസ്സുമായിട്ട് അടുക്കാനായിട്ട്, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അടുക്കാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിരുന്നില്ല. നിങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായ ചിന്തകളിലൂടെ കടന്നുപോയി. ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ വ്യക്തിയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരു നല്ല ജീവിതം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഒരു സന്തോഷപ്രദമായൊരു ജീവിതത്തിലേക്കുള്ള വഴികളും ഇതുവരെയും നിങ്ങൾക്ക് തുറന്നു ലഭിച്ചിരുന്നില്ല. എന്തൊക്കെയോ ചില ഘടകങ്ങൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ചില തെറ്റായ ചിന്തകൾ വന്നിരുന്നു, ചില പ്രേരണകൾ വന്നിരുന്നു. ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുകയും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധമായിട്ട് അത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ അറിയാതെയോ സംഭവിക്കുന്നു. ചില ദുസ്വാധീനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് ദേഷ്യം ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നു. ആ വ്യക്തിയോട് ഇഷ്ടക്കുറവുണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നു. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അത്തരത്തിലൊരു വിഷമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജീവിതത്തിൽ അത്തരത്തിലൊരു ദുഃഖം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചപ്പോൾ, ഇതെല്ലാം കണക്കിലെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എനിക്ക് ആ വ്യക്തിയെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കണമെന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുകയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാനസികമായ പൊരുത്തവും ദൃഢതയും ഇനി കൈവരികയാണ്. അത് നിങ്ങളെയും ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും ആ വ്യക്തിക്കും സാധിക്കും. അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിങ്ങൾക്കത് സന്തോഷപ്രദമാകും. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ CH ഒരു റീഡിംഗ് ആണ് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് നിങ്ങളെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ പല ആളുകളും തെറ്റായി നിങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകി. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കാത്തൊരവസ്ഥയുണ്ടായി. ആ വ്യക്തി നിങ്ങളെ വെറുക്കാൻ തുടങ്ങി. കാരണം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. നിങ്ങളെത്ര സ്നേഹിച്ചിട്ടും, നിങ്ങളെത്ര ആ വ്യക്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടും ആ വ്യക്തി അടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അത് വല്ലാത്ത രീതിയിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരുപാട് വിഷമമുണ്ടായി. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ആ വ്യക്തിയിൽ ചില ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. പല കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ആ വ്യക്തിക്ക് എത്താൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് പകരമായിട്ട്
ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അവർക്ക് കയറി പറ്റണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ അവരത് തടയാനും പ്രതിസന്ധികൾ നടത്താനൊക്കെ ശ്രമിക്കുകയും അതിലവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? എൻ്റെ വ്യക്തിയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും എനിക്കെന്താണ് എൻ്റെ വ്യക്തിയെ തിരിച്ചു കിട്ടാത്തത്? എൻ്റെ വ്യക്തി എന്താണ് എൻ്റെ സത്യസന്ധതകൾ മനസ്സിലാക്കാത്തത് എന്നുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ ആ ചിന്തകൾക്കും ആ കടന്നുപോകലിനൊക്കെ ശേഷം നിങ്ങൾക്ക് മനസ്സിലൊരുപാട് വിഷമമുണ്ടായി. എന്നെ ഒന്ന് എൻ്റെ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സന്തോഷത്തോടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്കതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുകയാണ്. നിങ്ങളുടെ ശക്തിയുടെ ഒരു അനുഗ്രഹമാണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ നുണകൾ പറഞ്ഞാൽ അതൊന്നും വിജയിക്കാത്ത രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.